السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 1 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. ഈജിപ്തിലെ രാജാവ് ഒരു സ്വപ്നം കാണുകയും വളരെ വ്യക്തമായ അതിൻ്റെ വ്യാഖ്യാനം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകുകയും രാജാവ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വ്യാഖ്യാനത്തിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും എന്നാൽ താൻ ജയിലിൽ അടക്കപ്പെട്ടത് തെറ്റായ ഒരു ആരോപണം കാരണത്താലാണ്, അതിൻ്റെ നിജസ്ഥിതി വ്യക്തമാക്കുകയും തൻ്റെ നിരപരാധിത്വം അംഗീകരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ജയിലിൽ നിന്ന് പുറത്തു വരാൻ തയ്യാറുള്ളൂ എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയും ചെയ്ത സന്ദർഭമാണ് നാം വിശദീകരിച്ചത്. അതിനുശേഷമുള്ള കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال ما خطبكن إذ راوتن يوسف عن نفسه قلنا حاش لله ما علمنا عليه من سوء. قالت امرأة العزيز الآن حصحص الحق أنا راودته عن نفسه وإنه لمن الصادقين. ذلك ليعلم أني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين. മിസ്രിലെ രാജാവ് മലിക്ക് അവരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി. ഈ പറയപ്പെട്ട സ്ത്രീകളെയും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മന്ത്രിമാരിൽ ഒരാളായ അസീസിൻ്റെ ഭാര്യയെയും വിളിച്ചുകൂട്ടുകയും എന്നിട്ട് അവരോട് ചോദിക്കുകയും ചെയ്തു. ഖാല മാ ഖത്ബുകുന്ന. ഖത്ബ് എന്ന് പറഞ്ഞാൽ ഷഅന്, കാര്യം. മാ ഖത്ബുകുന്ന, നിങ്ങളുടെ കാര്യം എന്താണ്, എന്താണ് വിഷയം, എന്താണ് പ്രശ്നം. ഇദ് റാവത്തുന്ന, നിങ്ങൾ വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ. റാവദ യുറാവിദു മുറാവദത്തൻ, വശീകരിക്കുക. ഇദ് റാവത്തുന്ന യൂസുഫ അൻ നഫ്സിഹി, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ നിങ്ങൾ വശീകരിക്കാൻ ശ്രമിച്ച ആ ഒരു സംഭവം എന്താണ്, നിങ്ങൾക്കതിൽ പറയാനുള്ളത്, എന്താണ് നിങ്ങളുടെ വിശദീകരണം എന്ന് രാജാവ് ചോദിച്ചു. ഖുൽന, അപ്പോൾ ആ സ്ത്രീകൾ പറഞ്ഞു, ഹാഷ ലില്ലാഹ് ഐ മആദല്ലാഹ്, അല്ലാഹുവിൽ അഭയം, അല്ലാഹുവിൽ അഭയം.
മാ അലിംന അലൈഹി മിൻ സൂ. മാ അലിംന, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്കറിയില്ല. അലിമ യഅലമു ഇൽമൻ. മാ അലിംന, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അലൈഹി, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് മിൻ സൂഇൻ, ഒരു മോശമായ പെരുമാറ്റവും ഒരു മോശമായ പ്രവർത്തനവും ഒരു മോശമായ ചലനവും ഹറക്കത്തും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് ഉണ്ടായതായി ഞങ്ങൾക്കറിവില്ല. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സ്ത്രീകളെല്ലാം യാഥാർത്ഥ്യം വ്യക്തമാക്കിയപ്പോൾ അസീസിൻ്റെ സൗജത്തിന് ഇനിയും ഞാൻ കളവ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ബോധ്യപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഖാലത്ത് ഇംറഅത്തുൽ അസീസി, അസീസിൻ്റെ ഭാര്യ ആ സന്ദർഭത്തിൽ പറഞ്ഞു, അൽ ആന ഹസ്ഹസൽ ഹഖ്. അൽ ആൻ, ഇപ്പോൾ, ഹസ്ഹസൽ ഹഖ്, സത്യം വെളിവായിരിക്കുന്നു. ഹസ്ഹസ എന്ന് പറഞ്ഞാൽ ബയ്യന, കാര്യം വ്യക്തമാവുക, തെളിഞ്ഞു വരിക, വാളിഹാവുക. ഹസ്ഹസ യുഹസ്ഹിസു ഹസ്ഹസ, കാര്യം വ്യക്തമാവൽ. അൽ ആന ഹസ്ഹസൽ ഹഖ്, ഇപ്പോൾ ഇതാ സത്യം വെളിവായിരിക്കുന്നു, ഇനി കളവ് പറഞ്ഞിട്ട് കാര്യമില്ല. അന റാവത്തുഹു അൻ നഫ്സിഹി, ഞാനാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ തെറ്റായ കാര്യത്തിന് പ്രേരിപ്പിച്ചത്, അദ്ദേഹമല്ല. അന റാവത്തുഹു അൻ നഫ്സിഹി, ഞാനാണ് അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചത്. വ ഇന്നഹു, നിശ്ചയമായും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ലമിന സ്വാദിഖീൻ, അദ്ദേഹം സത്യസന്ധനാണ്, അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. കാരണം അന്ന് ഒരു സാക്ഷി പറഞ്ഞപ്പോൾ കുപ്പായം മുന്നിൽ നിന്നാണ് കീറിപ്പോയതെങ്കിൽ അദ്ദേഹമാണ് കളവ് പറയുന്നത്, കുപ്പായം പിറകിൽ നിന്നാണ് കീറിയത് കാണുന്നതെങ്കിൽ അദ്ദേഹമാണ് സത്യം പറയുന്നത്. അപ്പോൾ അവിടെ ബോധ്യപ്പെട്ട വിഷയമാണ്. എന്നാൽ പിന്നീട് ജനങ്ങൾക്കിടയിലും മറ്റും അതേപോലെ തന്നെ മറ്റു ചില മസ്ലഹത്തുകളും ഉദ്ദേശിച്ചാണ് അദ്ദേഹം ജയിലിലടക്കപ്പെട്ടത്. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ അവർ ഒരു ധാരണയുണ്ടാക്കി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കുറ്റക്കാരനാണ് എന്ന്. അപ്പോൾ ജനങ്ങൾക്കിടയിലും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട രാജാവിനിടയിലും, കാരണം രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം മിസ്റിലെ രാജാവാണ്. നേരത്തെ പറഞ്ഞ അസീസ്, അദ്ദേഹം പ്രധാനപ്പെട്ട മന്ത്രിമാരിൽ ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ട മേഖല കൈകാര്യം ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് യാഥാർത്ഥ്യം അറിയാം, പക്ഷേ രാജാവിലേക്ക് എത്തിയത് മറ്റൊരു ന്യൂസാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അവരെയെല്ലാം വിളിച്ച് വിഷയം അന്വേഷിച്ചത്. അപ്പോൾ അവരെല്ലാം സത്യം തുറന്നു പറഞ്ഞു. കാരണം പ്രധാനപ്പെട്ട രാജാവാണ്, അവിടെ കളവ് പറഞ്ഞാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും സത്യം തുറന്നു പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സത്യസന്ധനാണെന്നും ഞാനാണ് അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചത് എന്നും അസീസിൻ്റെ ഭാര്യ വ്യക്തമാക്കി. അതേപോലെ തന്നെ ആ ഭാര്യയ്ക്ക് വേണ്ടി സംസാരിച്ച തങ്ങളുടെ കൈവിരലുകൾ മുറിച്ചു കളഞ്ഞ ആ സ്ത്രീകളും സത്യം തുറന്നു പറയുകയുണ്ടായി. പിന്നീട് അവർ പറഞ്ഞു, ദാലിക്, ഈ ഒരു കാര്യം ഇതിപ്പോൾ വ്യക്തമാക്കുന്നത് ലിയഅലമ, അദ്ദേഹം അറിയാൻ, അഥവാ എൻ്റെ ഭർത്താവ് അറിയാൻ. എന്തറിയാൻ? അന്നി, നിശ്ചയമായും ഞാൻ, ലം അഖുൻഹു ബിൽ ഗൈബ്, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു തിന്മ അവിടെ നടന്നിട്ടില്ല, പക്ഷെ ഇങ്ങനെ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. ഖാന യഖൂനു ഖിയാനതൻ വഖൗന, വഞ്ചന. ഇന്നി, നിശ്ചയമായും ഞാൻ, ലം അഖുൻഹു ബിൽ ഗൈബ്, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ, അദ്ദേഹത്തിൻ്റെ ഗൈബായ അവസ്ഥയിൽ ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അറിയണം. മാത്രമല്ല വ അന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യഹ്ദി, നേർവഴിക്കെത്തിക്കുകയില്ല, വിജയിപ്പിക്കുകയില്ല. ഹദാ യഹ്ദി ഹിദായത്തൻ വഹുദ, ലക്ഷ്യത്തിലേക്കെത്തുക, ഉദ്ദേശസ്ഥാനത്തേക്കെത്തുക.
നേർമാർഗത്തിലാവുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇന്നല്ലാഹ വ അന്നല്ലാഹ ലാ യഹ്ദി, അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുകയില്ല കൈദൽ ഖായിനീൻ, വഞ്ചകന്മാരുടെ തന്ത്രങ്ങളെ അല്ലാഹു വിജയിപ്പിക്കുകയില്ല. വഞ്ചകന്മാരുടെ തന്ത്രങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുകയില്ല. സത്യം ഒരു നാൾ പുറത്തു വരും. സത്യം ഒരു നാൾ പുറത്തു വരും. ഈ സംഭാഷണം ആരുടേതാണ് എന്ന വിഷയത്തിൽ മുഫസ്സിരീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബ്നു ജരീർ അത്തൊബരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് ഇത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കലാമാണ്. കാരണം ജയിലിൽ നിന്ന് അദ്ദേഹത്തോട് വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഈ വിഷയത്തിലെ സത്യാവസ്ഥ വ്യക്തമാക്കപ്പെട്ടതിന് ശേഷമേ ഞാൻ വരികയുള്ളൂ. അതെന്തിനാണ് ഞാൻ അങ്ങനെ ഒരു ഷർത്ത് വെച്ചത്, ഒരു കണ്ടീഷൻ വെച്ചത്? ദാലിക, അതെന്തുകൊണ്ടെന്നാൽ ലിയഅലമ, അദ്ദേഹം അറിയണം, ഈ സ്ത്രീയുടെ ഭർത്താവ് അറിയണം. എന്ത്? അന്നീ ലം അഖുൻഹു ബിൽ ഗൈബ്, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ വഞ്ചന കാണിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വിഷയത്തിൽ. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നലുകൾ ഉണ്ടാവാം, ഇതിപ്പോൾ തന്നെ സംഭവിച്ചതാണോ, നേരത്തെയും സംഭവിച്ചിട്ടുണ്ടോ, അവർ ഒരു വീട്ടിലല്ലേ. അതുകൊണ്ട് അദ്ദേഹം അറിയണം ഞാൻ വഞ്ചന കാണിച്ചിട്ടില്ല, അത്തരം നന്ദികേട് ഞാൻ കാണിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അറിയണം. ലം അഖുൻഹു ബിൽ ഗൈബ് എന്ന് മാത്രമല്ല, വ അന്നല്ലാഹ ലാ യഹ്ദി കൈദൽ ഖായിനീൻ, വഞ്ചകന്മാരുടെ തന്ത്രം അല്ലാഹു വിജയിപ്പിക്കുകയില്ല എന്നും എല്ലാവരും അറിയണം. കാരണം അന്ന് അസീസ് ആ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന കൈദകുന്ന അളീം, നിങ്ങളുടെ തന്ത്രം വളരെ വലിയ തന്ത്രം തന്നെയാണ്. ഇന്ന കൈദകുന്ന അളീം. കാരണം വളരെ പെട്ടെന്നാണല്ലോ അവർ വിഷയം മാറ്റിയത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ പിടിക്കാൻ വന്നതാണ് എന്ന് വളരെ പെട്ടെന്ന് പറയാൻ പറ്റി. അത്തരത്തിലുള്ള തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ അത് വിജയിക്കൂല. സത്യം ഒരു നാൾ പുറത്തു വരും, അതിന് അല്ലാഹു അവസരമുണ്ടാക്കും എന്നത് എല്ലാവരും അറിയണം എന്നതുകൊണ്ടുമാണ് ഞാൻ ഇങ്ങനെയൊരു ഷർത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കലാമാണ് എന്ന അഭിപ്രായം ഇബ്നു ജരീർ അത്തൊബരിയെ പോലെയുള്ള മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മറ്റു മുഫസ്സിരീങ്ങളും പറയുന്നത് ഇത് ഈ സ്ത്രീയുടെ തന്നെ വാക്കാണ്. ഈ വാക്കും ഇൻഷാ അള്ളാഹ് അതിനുശേഷം വരുന്ന ആയത്തിൻ്റെ അർത്ഥവും പരിശോധിച്ചാൽ അത് ഈ സ്ത്രീയുടെ വാക്കാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇന്നമാ അഅ്തറഫ്തു ബിഹാദാ അലാ നഫ്സി ذلك ليعلم زوجي أن لم أخنه في نفس الأمر ولا وقع المحظور الأكبر وإنما راودت هذا الشاب مراودة فامتنع فلهذا اعترفت ليعلم أني بريئة وأن الله لا يهدي كيد الخائنين وما أبرئ نفسي إن النفس لأمارة بالسوء إلا ما رحم ربي. ആ സ്ത്രീ പറയുന്നത്, ഞാൻ എൻ്റെ തെറ്റ് അംഗീകരിക്കുന്നു, പക്ഷേ അവിടെ എന്ത് സംഭവിച്ചിട്ടില്ല. വല വഖഅൽ മഹ്ദൂറുൽ അക്ബർ, വലിയ തിന്മ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. മറിച്ച് ഞാൻ എൻ്റെ ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒറ്റത്തവണ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കിടയിലൂടെ നടന്നപ്പോൾ ആ സ്ത്രീകളൊക്കെ ഒറ്റത്തവണയെ യൂസുഫ് നബിയെ കണ്ടിട്ടുള്ളൂ. അവർ അവരുടെ കൈകൾ മുറിച്ചു കളഞ്ഞു. ഒരു തവണ കണ്ടാൽ അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലുള്ള ആ സ്ത്രീയുടെ അവസ്ഥ എന്താണ്? മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യർക്ക് മൊത്തം നൽകപ്പെട്ട സൗന്ദര്യത്തിൻ്റെ പകുതി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വമാ ഉബർരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, മനസ്സ് തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സാണ്. പക്ഷേ ഞാൻ ഒരിക്കലും വലിയ ഹറാമ് ചെയ്തിട്ടില്ല, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല എന്നെൻ്റെ ഭർത്താവ് അറിയണം. അതേപോലെ തന്നെ കുതന്ത്രക്കാരുടെ തന്ത്രങ്ങൾ വിജയിക്കുകയില്ല എന്നുള്ളതും അറിയണം എന്നുള്ള നിലക്ക് ആ സ്ത്രീ തൻ്റെ നിരപരാധിത്വം പറയുകയുണ്ടായി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കടുത്ത ഒരു പരീക്ഷണത്തിന് ശേഷം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിരപരാധിത്വം ആ രാജ്യത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു. കാരണം ആരാണോ ആരോപണം പറഞ്ഞത് അവർ തന്നെ സ്വയം തുറന്നു പറയുന്നു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങളാണ് കുറ്റക്കാർ,
അല്ലെങ്കിൽ ഞാനാണ് കുറ്റക്കാരി, അദ്ദേഹം നിരപരാധിയാണ് എന്ന് തെളിയിക്കുകയുണ്ടായി. ഇപ്രകാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്കിടയിൽ പ്രവർത്തിക്കുന്നത്. റഹ്മാനായ റബ്ബിൻ്റെ സുന്നത്ത് ആ നിലക്കാണ്. അതുകൊണ്ടാണ് ഈ ആയത്തിൻ്റെ അവസാന ഭാഗം വളരെ ശ്രദ്ധേയമാണ്. അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, എക്കാലഘട്ടത്തിലും എല്ലാ സമൂഹത്തിലും എല്ലാ സന്ദർഭത്തിലും അറിയേണ്ട ഒരു പൊതു തത്വമാണ്. വ അന്നല്ലാഹ ലാ യഹ്ദീ കൈദൽ ഖായിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വഞ്ചകന്മാരുടെ തന്ത്രത്തെ വിജയിപ്പിക്കുകയില്ല, അതവരിലേക്ക് തന്നെ മടങ്ങും. വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബിഅഹ്ലി. തെറ്റായ തന്ത്രം ആര് പ്രയോഗിച്ചാലും അത് അവരിലേക്ക് തന്നെ മടങ്ങും. ഫലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല. അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. അതാണ് റബ്ബിൻ്റെ നടപടിക്രമം. അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെയെല്ലാം ആരൊക്കെ ആർക്കെതിരിൽ തന്ത്രം മെനഞ്ഞാലും അത് അവരിലേക്ക് മടങ്ങും. അത് വിജയിക്കുകയില്ല, അത് പരാജയപ്പെടും. എത്ര തന്നെ അസത്യം വിളിച്ചു പറയപ്പെട്ടാലും സത്യം സൂര്യപ്രകാശം പോലെ തെളിഞ്ഞു വരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ബാത്തിൽ എന്നും പരാജയപ്പെടും, സത്യത്തിന് മാത്രമാണ് വിജയമുണ്ടാവുക, ഹക്കിന് മാത്രമാണ് വിജയമുണ്ടാവുക എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു കാര്യം കൂടി അതിൽ നിന്ന് മനസ്സിലാക്കണം. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിനപ്പുറം അദ്ദേഹം ഒരു നബിയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച റസൂലാണ്. എന്നിട്ടും ഒരു തെറ്റായ ആരോപണത്തിൻ്റെ പേരിൽ വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതല്ലാത്തവരെ സംബന്ധിച്ചെന്തു പറയാനാണ്? അതുകൊണ്ട് തന്നെ നാം എത്ര നിരപരാധികളാണെങ്കിലും ഹക്ക് എത്രയും നമ്മുടെ കൂടെയുണ്ടെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അഹസിബൻ നാസു അൻ യുത്റകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വെറുതെ വിട്ടേക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? അല്ല, അന്ന് മുതൽ പരീക്ഷണം തുടങ്ങുകയായി. ശ്രദ്ധിക്കുക, ഒരാൾ ഞാൻ മുഅ്മിനാണെന്ന് പറഞ്ഞാൽ, ഞാൻ മുവഹിദാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ അന്നു മുതൽ അള്ളാഹു ആ വ്യക്തിയെ പരീക്ഷിക്കും. എന്തിന്? പറഞ്ഞത് സത്യമാണോ അല്ലേ? സത്യസന്ധരെയും അല്ലാത്തവരെയും വേർതിരിച്ചറിയാൻ വേണ്ടി അള്ളാഹു നിരന്തരമായി പരീക്ഷണങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ ഈമാൻ അത് ഹഖീഖത്തുള്ളതാണോ ഇഖ്ലാസുള്ളതാണോ എന്ന് തെളിയുന്നതുവരെ അള്ളാഹു നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ മഹാനായ ഒരു പ്രവാചകൻ, ഒരു റസൂൽ ഒരു തെറ്റായ ആരോപണത്തിൻ്റെ പേരിൽ ഇത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പരീക്ഷിക്കും. കളവ് പറയുന്ന ആളുകളുടെ കളവുകൾക്ക് താൽക്കാലിക വിജയം അല്ലാഹു നൽകും. അവരുടെ മേൽ ശിക്ഷ വർദ്ധിക്കുവാനും വിശ്വാസികളുടെ മേൽ പ്രതിഫലം വർദ്ധിക്കുവാനും. അൽഹംദുലില്ലാഹ്. ആരാണോ തെറ്റായ ആരോപണം കൊണ്ടുവരുന്നത്, ഇന്നല്ലദീന ജാഉ ബിൽഇഫ്കി ഉസ്ബത്തുൻ മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്ം വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അലീം. നിങ്ങളിൽ നിന്ന് തെറ്റായ വാർത്ത കൊണ്ടുവന്ന ആളുകൾ അവരൊരിക്കലും വിചാരിക്കേണ്ട അതവർക്ക് ഖൈറാണ് എന്ന്. ആരോപിക്കപ്പെട്ടവർ വിചാരിക്കരുത് അതവർക്ക് ഷർറാണ് എന്ന്. മറിച്ച് അത് ഖൈറാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്കെതിരിൽ ഒരു തെറ്റായ ആരോപണമുണ്ടെങ്കിൽ ബൽ ഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറാണ്. കള്ളവാർത്ത എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഖൈറാവുന്നത്? നിങ്ങൾക്കെതിരിലുള്ള തെറ്റായ ഒരു ആരോപണം എങ്ങനെയാണ് ഖൈറാവുന്നത്? റഹ്മാനായ റബ്ബ് പറയുന്നത് അത് ഖൈറാണ് നിങ്ങൾക്ക്, അവർക്ക് ഷർറുമാണ്. ആരോപണം നടത്തുന്ന ആളുകൾക്ക്, അതിന് നേതൃത്വം കൊടുത്തവർക്ക് വല്ലദീ തവല്ല കിബ്റഹു മിൻഹും ലഹു അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വഞ്ചിക്കപ്പെടണ്ട. അള്ളാഹു അവരെ പിടികൂടുന്നില്ല. അവർക്ക് സമയവും ആയുസ്സും കാലയളവും ദീർഘിച്ച് കിട്ടുന്നു എന്നത് ഖൈറാണെന്ന് വിചാരിക്കണ്ട. അവരുടെ പാപങ്ങളുടെ മേൽ പാപഭാരം വർദ്ധിക്കാൻ വേണ്ടി, പാപങ്ങളുടെ മേൽ പാപഭാരം വർദ്ധിക്കുവാൻ വേണ്ടി അള്ളാഹു അവർക്ക് സമയം നീട്ടിക്കൊടുക്കുകയാണ്.
ആരോപണ വിധേയരോ അവരെത്രമാത്രം ക്ഷമിക്കുന്നുവോ, സഹിക്കുന്നുവോ, റബ്ബിൽ തവക്കുലാക്കുന്നുവോ, മാന്യത വിടാതെ അവർ നിലകൊള്ളുന്നുവോ, അതിനനുസരിച്ച് അവർക്ക് പ്രതിഫലം വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബ് വിശ്വാസികളെ പരീക്ഷിക്കും, ഒരു സംശയവുമില്ല. ആരോപണങ്ങളുടെ പേരിൽ പരീക്ഷിക്കപ്പെടും. പക്ഷേ ഒരു നാൾ സത്യം പുറത്തു വരും. ജാഅൽ ഹഖ്ഖു വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖാ. ബാത്തിലിന് പോയല്ലാതെ നിർവാഹമില്ല. ബാത്തിൽ നശിക്കുക തന്നെ ചെയ്യും, സത്യം സ്ഥാപിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള വളരെ വലിയ യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അത്തരം ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. തൽക്കാലം സൂറത്തു യൂസുഫിൻ്റെ തഫ്സീർ റമളാനിന് മുമ്പുള്ളത് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പുതിയ ജുസ്, പുതിയ മേഖലകൾ ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്താൽ പരിശുദ്ധ റമളാൻ മാസത്തിന് ശേഷം നമ്മൾ ആരംഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.